നമസ്കാരം. ഇന്ന് നമ്മളുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവമാണിന്ന്. അപ്പോൾ കാലത്ത് തന്നെ ഞാനും മോളും പോയിട്ട് അവിടെ പറയൊക്കെ വെച്ചു. അങ്ങനെ അവിടെ നിന്ന് വന്നു. അങ്ങനെ പോയപ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ വെച്ചിട്ട് പോയത് ബ്രൂണോക്ക്. ബ്രൂണോൻ്റെ ഇരിപ്പ് വയ്ക്കാൻ എന്തേടാ അശു ബ്രൂണോ എടുപ്പേണെങ്കിൽ ഇരിക്കണ പോലെ ഇരിക്കട്ടെ. നിനക്കൊന്നും കൊടുത്തില്ലേ ഇന്ന് കാലത്തല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ചേമ്പുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അത് കറി വെച്ച് കഴിഞ്ഞാൽ മോളൊന്നും കഴിക്കില്ല. അപ്പോൾ ഞാൻ തേച്ച് വെറുതെ ഒന്ന് പുഴുങ്ങിയിട്ട് അത് ബ്രൂണോക്ക് ആ തൊണ്ട് ഒളിഞ്ഞ് കൊടുത്ത വഴി ഭയങ്കര ഇഷ്ടം. ചേമ്പ് പുഴുങ്ങിയതുണ്ട് ശരിയിലേക്ക് ഇഷ്ടണ്ട. ഇവനെ അഴിച്ചിട്ട് കഴിഞ്ഞാൽ അവൻ അപ്പം ചരം വിട്ട പോലെ ഓടും. അതാണ് കുഴപ്പം. അയച്ചിട്ട് നോക്കാം. അപ്പോൾ അയച്ചിടണ പക്ഷെ ഓടരുത്. ഇവിടെ ഒന്ന് കെടുക്കണേ. ഓക്കെ ഓക്കെ അല്ലേ അന്ന് വേണ്ട. അയച്ചിട്ടാ നീ ഓടില്ലേ? ഓടോ? കണ്ട അവൻ നല്ല കുട്ടിയായിട്ട് അവൻ്റെ മുഖം മട്ടും പാവൊക്കെ കണ്ട് കണ്ടതേ കുഞ്ഞ് പിള്ളേരെ പോലെ ഇരിക്കുകയാണ്. ഞാൻ എന്ത് പറഞ്ഞാൽ കേൾക്കാന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. എന്നാൽ ഷേക്കൻ്റെ അല്ല ഷേക്കൻ്റെ കൊണ്ടുവതാ ഷേക്കൻ്റെ ഏതല്ല ചേടാ ഷേക്കൻ്റെ അല്ല. പക്ഷെ നീ ഓടോ? ഇല്ല അതെ ദേ അവനാണെങ്കിൽ ഇത് മീൻ ചാളൻ തേച്ചെണ്ണ ചാളച്ചോറ് റെഡിയാണ്. ചാളിട്ട് മീൻ ചാളയും മഞ്ഞപ്പൊടിയും ചോറിലിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ്. വേണ്ടത് കഴിക്കണമെങ്കിൽ ഇതിപ്പോൾ അവന് വിശക്കുണ്ട്. പക്ഷെ അവൻ അയച്ചിട്ട് ഓടോ? ഇല്ലില്ല എന്നാ അയച്ചിരുന്നാ പക്ഷെ ഓടിപ്പോരുന്നു. അയച്ചിട്ടാ നല്ല കുട്ടിയായിട്ട് നിൽക്കണേ കുഴപ്പമില്ല. അടിയോളൂ. ഓടാന്നില്ല. ഓടോ ഓടോ പടിയെടുക്കണ്ടേ? അപ്പം ഓടിയാ തേത്തോ അവിടെ നിന്ന് നല്ല കുട്ടിയല്ലേ. ഓടെടുക്കാം അവിടെ നിന്ന്. അതാണ് ഇതിനെ കൊണ്ടുവന്നത്. അതേ ഓടിപ്പോണി ഇതേ പോയി. എന്നാ ഇടുവാ. എന്നാ ചോറ് കാക്ക ഇട്. കാക്ക ഇതേ പോയി കിടക്കാൻ ആരംഭിക്കും. ഇതാണ് അവൻ അയച്ചിട്ടുള്ള കുഴപ്പം. അയച്ചിട്ടാ പിന്നെ അവൻ പറഞ്ഞാൽ വിളിച്ചങ്ങോട്ട് വരില്ല. അതായത് ഇത് വീട്ടിൽ വളർത്തുന്ന പട്ടിയാണ്. അതിനെ അയച്ചിടണം എന്നൊക്കെ പറയും എല്ലാവരും. പക്ഷേ അവൻ അതല്ല, അയച്ചു വിട്ട വഴി ഓടിപ്പോയി. അതാണ് നമ്മുടെ